ഓക്കെ, അപ്പൊ ഫോഴ്സ് ആണെങ്കിൽ ഇക്വേഷൻ എന്താ വരിക? കൂളംസ് ലോയുടെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ച? ഫോഴ്സ് ആണെങ്കിൽ F is equal to K Q1 Q2 by R². അതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിച്ചത്. അപ്പൊ ഫോഴ്സ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ, ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. പക്ഷെ ടൈപ്പ് ഇതായിരിക്കും വരിക. അപ്പൊ ഈ രണ്ട് ടൈപ്പ് നോക്കി വെക്കുക. പിന്നെ ക്യൂബിന്റെ ചോദിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൈപോള്. ഡൈപോളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ ചോദിക്കണമെന്ന് അറിയാലോ? ഡൈപോൾ ഡയറക്റ്റ് ആയിട്ടാണ് കൂടുതലും ചോദിക്കാറ്. അപ്പൊ അത് നോക്കി വെച്ചേക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ഏരിയ ഏതാ വരിക? ഫ്ലക്സ്. ഫ്ലക്സിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചോദിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈപ്പ് വരെ ഫ്ലക്സിന്ന് ചോദിക്കാം. അപ്പൊ ഞാനിപ്പോ പ്രോബ്ലം ചെയ്യിക്കുമ്പോൾ ഞാൻ എല്ലാ ഏരിയയിലും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് പോകും. ഒരു ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്രയും നമ്മൾ നോക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഏരിയ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ വേണം നോക്കി നോക്കി പോവാൻ. ഓരോ ടോപ്പിക് വൈസ് ക്ലിയർ ചെയ്ത് പോകണം. ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏതൊക്കെ ചോദ്യം മാക്സിമം ചോദിക്കാം അതെല്ലാം നോക്കിയിട്ട് വേണം അടുത്തതിലേക്ക് കയറാൻ. അങ്ങനെ ടോപ്പിക് വൈസ് കംപ്ലീറ്റ് ചെയ്ത് പോകണം കേട്ടോ. അപ്പോഴേ ഒരു ചാപ്റ്റർ തീരുള്ളൂ. തിയറി പഠിച്ചിട്ട് വേണം ഇതെല്ലാം നോക്കാൻ. തിയറി പഠിക്കാതെ, പിന്നെ തിയറി പഠിച്ചു വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ഒരു ഫോർമുല ഷീറ്റിൽ എഴുതി വെച്ചിട്ട് വേണം, അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്ത് നോക്കാൻ. തിയറിയും കൊണ്ട് കുറെ നേരം ഇരിക്കരുത്. മാക്സിമം തീർക്കാവുന്നത്രയും പെട്ടെന്ന് തിയറി തീർക്കുക, എന്നിട്ട് ഇതിലേക്ക് കയറാം. ഓക്കെ, പിന്നെ ഫ്ലക്സിലേക്ക് വരാനാണെങ്കിൽ ഫ്ലക്സിന്റെ ഇക്വേഷൻ, ഗോസ് തിയറം, അതിന്റെ ആപ്ലിക്കേഷൻ. അപ്പൊ നമുക്കിപ്പോ ചെയ്ത് തുടങ്ങാം. വേഗം എഴുതിക്കോ ക്വസ്റ്റ്യൻസ്. അടുത്ത ക്ലാസ്സോടെ മാക്സിമം തീർത്തിട്ട് അടുത്ത ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ടൈപ്പ് നമ്മൾ ചെയ്തില്ലായിരുന്നു. ഇപ്പൊ 2 പോയിന്റ് ചാർജ് തന്നിട്ട് ഇതിന്റെ ഇടയിൽ മൂന്നാമത്തെ ചാർജ് എവിടെ പ്ലേസ് ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലായിരുന്നു. ആ ടൈപ്പ് നോക്കിയതായിരുന്നില്ല. അത് ഏകദേശം ഓക്കെ ആയില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അപ്പൊ charges of plus 5 microcoulomb, charges of plus 5 microcoulomb, plus 10 microcoulomb, charges of plus 5 microcoulomb, plus 10 microcoulomb, and minus 10 microcoulomb, charges of plus 5 microcoulomb, plus 10 microcoulomb, and minus 10 microcoulomb are placed in air at the corners, ABC of an equilateral triangle, ABC at the corners A, B, C of an equilateral triangle ABC, having each side equal to 5 centimeter, having each side which is equal to 5 centimeter. Determine the resultant force on the charge at A. Camera on ചെയ്ത് വെച്ചാൽ ഓൺലൈനിൽ കയറിയിരിക്കുന്നവരെല്ലാരും. Determine the resultant force on the charge at A. നേരത്തെ ചെയ്ത തന്നെ അതേപോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലായി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഫോർമുല ഐഡന്റിഫൈ ചെയ്യുക, ഫിഗർ വരക്കുക, ചെയ്തു തുടങ്ങുക. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചാൽ അതിൽ എന്താ പറഞ്ഞേക്കുന്നത്? ചാർജസ് ഓഫ് plus 5 microcoulomb, plus 10 microcoulomb and minus 10 microcoulomb are placed in air at the corners A, B, C of an equilateral triangle. നേരത്തെ ചെയ്ത ടൈപ്പ്, അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കിക്കേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചെയ്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു കണ്ടുപിടിക്കാനുണ്ടായിരുന്നു? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു 1 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. അതിൽ എന്താ പറഞ്ഞത്? സെന്ററിലുള്ളത് എഫക്റ്റ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. സെന്ററിലുള്ള ഫോഴ്സ് അത് നമുക്ക് എന്തായിട്ടാ കിട്ടിയത്? 0 ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് സെന്ററിലുള്ളത്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നെയാ തന്നേക്കുന്നത്. പക്ഷെ അടുത്ത ടൈപ്പ് ഇങ്ങനെയായിരിക്കും. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ ചോദിക്കുന്ന രീതി ഇതായിരിക്കും. ഒന്നില്ലെങ്കിൽ ഇപ്പൊ കോർണർ A പറഞ്ഞ പോലെ ചിലപ്പോൾ B ചോദിക്കാം, C ചോദിക്കാം, ഏത് വേണേലും ചോദിക്കാം.
ഇപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് ABC എന്ന് പറയുന്ന ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. 3 കോർണേഴ്സിലും 3 ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന എവിടത്തെയാ? ഡിറ്റർമൈൻ ദ റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ ദ ചാർജ് അറ്റ് എയിൽ എഫക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓരോ ചാർജ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ +5 മൈക്രോകൂളം, ഇവിടെ 10, ഇവിടെ -10. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. ഇവിടെ എഫക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ രീതിയിൽ, നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റാന്ന്. റിസൾട്ടന്റ് ഫോഴ്സ് അറ്റ് എയിലുള്ള റിസൾട്ടന്റ് ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ചാർജിന് നോക്കിക്കേ, ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി പ്ലസ് മൈനസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. ക്വസ്റ്റ്യൻ കണ്ടു പേടിക്കണ്ട. ഞാൻ പറഞ്ഞ പോലെ വായിച്ചു നോക്കുക, ഫിഗർ ഒന്ന് വരക്കണം. ഫിഗർ സ്വന്തമായിട്ട് വരച്ചെത്തിക്കണം. എങ്ങനെയാ വരക്കണമെന്ന് ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കിയാൽ തന്നെ മനസ്സിലാവും. റിസൾട്ടന്റ് ഫോഴ്സ് നമുക്ക് എവിടത്തെയാ കണ്ടുപിടിക്കേണ്ടത്? എയിലെ റിസൾട്ടന്റ് ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിയാൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇപ്പൊ +5 എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിന്റെ അടുത്തായിട്ട് ഞാൻ വേറെ ഒരു ചാർജ് കൊണ്ടുവന്ന് വെക്കണം. ഇപ്പൊ അത് നോക്കണ്ട, കണക്ട് ചെയ്യാൻ വേണ്ടി പറയണം. ഇങ്ങനെ വേണം കണക്ട് ചെയ്യാൻ. ഇതിന്റെ അടുത്തായിട്ട് ഞാനൊരു +3 എന്ന് പറയുന്ന ഒരു ചാർജ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എഫക്ട് ആരെ എഫക്ട് ചെയ്യും? ഇവിടെ ഒരാൾ വന്നിരിക്കണമെങ്കിൽ അതിന്റെ എഫക്ട് ആരെ എഫക്ട് ചെയ്യും? ഇതിനൊരു എഫക്ട് കിട്ടൂലേ? ഇപ്പൊ ഇത് ഐസൊലേറ്റ് ആയിട്ടിരിക്കുന്ന +5 ആണെങ്കിൽ ഓക്കെ. അതിന്റെ അടുത്ത് നമ്മൾ വേറെ ഒരു ചാർജ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എഫക്ട് കൂടെ ആർക്ക് കിട്ടും? ഇതിൽ കിട്ടും. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു 5 മൈക്രോകൂളോംബ് ഉണ്ടായിരുന്നു. അതിന്റെ അടുത്താണ് ഇവിടെ വന്നേക്കുന്ന 10ഉം -10ഉം ഇരിക്കണത്. അപ്പൊ ഇയാളുടെ എഫക്റ്റും അവിടെ കിട്ടും, ഇതിന്റെ എഫക്റ്റും അവിടെ ഉണ്ടാവും. ആ ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് അറ്റ് എ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ എയിൽ എഫക്ട് ചെയ്യുന്ന ഫോഴ്സ് ആദ്യം വരച്ചു വെക്കുക. ഫോഴ്സസ് എഫക്ടിങ് അറ്റ് എ. അപ്പൊ നോക്കിക്കേ, ഈ ബിയിലിരിക്കുന്ന ചാർജ് ഏതാ? +10 മൈക്രോകൂളോംബ് ഇരിക്കണത് അല്ലെ? ഈ +10 മൈക്രോകൂളോംബ് കാരണം ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും എന്ന് മനസ്സിലായല്ല? ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് എന്ത് ഫോഴ്സ് ആയിരിക്കും? അത് ഐഡന്റിഫൈ ചെയ്യും. എന്ത് ഫോഴ്സ് ആയിരിക്കും? ഇതും പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ത് ഫോഴ്സ് ആയിരിക്കും? റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. രണ്ട് റിപ്പൽ ചെയ്തു. അപ്പൊ നമുക്ക് അട്രാക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരക്കാം. ഇത് തമ്മിൽ അട്രാക്ട് ചെയ്യും. ഇത് അട്രാക്ഷൻ അല്ല, ഇവിടെ റിപ്പൾഷൻ ആണ് നടക്കുന്നത്. അപ്പൊ റിപ്പൾസീവ് ഫോഴ്സ് ഞാൻ ഇത് വരച്ചേ. ദിസ് ഇസ് F1 എന്ന് പറയുന്ന ഫോഴ്സ്. അല്ലെങ്കിൽ ഫോഴ്സസ് ഡ്യൂ ടു ദ ബി എന്ന് കൊടുത്തിട്ടാ. ഫോഴ്സസ് ഡ്യൂ ടു ബി. ഫോഴ്സ് എഫക്ടിങ് അറ്റ് എ ഡ്യൂ ടു ദ എഫക്ട് ഓഫ് ബി. വേണമെങ്കിൽ നിങ്ങൾക്ക് FAB എന്ന് കൊടുക്കാം. എങ്ങനെ വേണേലും കൊടുത്തോ, പ്രശ്നമില്ല. കൺസെപ്റ്റ് കിട്ടിയാൽ മതി. ഫോഴ്സസ് അറ്റ് എ ഡ്യൂ ടു ദ എഫക്ട് ഓഫ് ബി അങ്ങനെ കൊടുക്കാം. ഇനി അപ്പൊ ഒരു ഫോഴ്സ് കിട്ടി. ഇനി അടുത്ത ഫോഴ്സ് പറഞ്ഞേ. അടുത്ത എങ്ങനെയായിരിക്കും നോക്കിയേ. ഇതെന്ത് ചാർജാ? മൈനസ് ആണ്. ഇതെന്താ? പ്ലസ് ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഇവിടെ എന്ത് ഫോഴ്സ്? ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്താണ്? അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ? ഇവിടുത്തെ ഫോഴ്സ് എന്താ? അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പൊ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ വരക്കുക? ഇങ്ങനെയല്ലേ വരച്ച് കാണിക്കുക. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പൊ ഈ ഫോഴ്സിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഫോഴ്സ് അറ്റ് എ ഡ്യൂ ടു ദ എഫക്ട് ഓഫ് സി കാരണം ഉണ്ടാവുന്ന ഫോഴ്സ്. ഇനി ഒന്ന് നോക്കിയാൽ നമുക്ക് ആൻസറിലേക്ക് സിമ്പിൾ ആയിട്ട് എത്താൻ പറ്റും. അപ്പൊ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സസ് അറ്റ് ബി. ഫോഴ്സ് അറ്റ് എ ഡ്യൂ ടു ദ എഫക്ട് ഓഫ് ബി കണ്ടുപിടിക്കണം. ദെൻ ഫോഴ്സ് അറ്റ് എ ഡ്യൂ ടു ദ എഫക്ട് ഓഫ് സി. ഇതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്നെ. ഇനി എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഏത് ലോയാ? വിമലെ സംസാരിക്കല്ലേ, പറഞ്ഞു കഴിഞ്ഞിട്ട്. ഏത് ലോയാ വരിക? ഫോഴ്സ് അറ്റ് എ ഡ്യൂ ടു ദ എഫക്ട് ഓഫ് ബി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് ലോ യൂസ് ചെയ്താൽ മതി? സാധാരണ കൂളംസ് ലോ യൂസ് ചെയ്യുക. K into Q1 Q2 by R square. Q1 വാല്യൂ തന്നിട്ടുണ്ട്, Q2 വാല്യൂ തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ R square. ഡിസ്റ്റൻസ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ? ഡിസ്റ്റൻസ് 5 cm. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് അറ്റ് എ ഡ്യൂ ടു ദ എഫക്ട് ഓഫ് ബി കണ്ടുപിടിക്കാം. ദെൻ ഓൾസോ ഫോഴ്സ് അറ്റ് എ ഡ്യൂ ടു ദ എഫക്ട് ഓഫ് സി എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിക്കേ, റിസൾട്ടന്റ് അറ്റ് എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ രണ്ട് ഫോഴ്സ് വന്നിട്ടുണ്ട്. ഇവരെ ഞാൻ എന്ത് ചെയ്യും? സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ആഡ് ചെയ്യാം. ഇപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് വലുതിന്ന് ചെറുത് കുറക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. നോക്കിക്കേ, ഇതെങ്ങനെയാ കിടക്കുന്നത്? രണ്ട് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തത് വെച്ച് റിലേറ്റ് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇവിടെ അപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇനി ഇതിനെ രണ്ടിനെയും കൂടി എന്ത് ചെയ്യാ? റിസൾട്ടന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാ? വേണമെങ്കിൽ ഒന്ന് 11th ഒന്ന് പൊക്കോ. 11th എന്താ നമ്മൾ ചെയ്തതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പാരലലോഗ്രാം ലോ യൂസ് ചെയ്യുക, അല്ലെ ട്രയാങ്കിൾ ലോ ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ രണ്ട് വെക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? പാരലലോഗ്രാം ലോ. അത്ര വലിയ കാര്യമായിട്ട് ചിന്തിക്കണ്ട. അതായത് ഇത്ര ആലോചിച്ചാൽ മതി. രണ്ടും സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആഡ് ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ വലുതിന്ന് ചെറുതിനെ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യും. ഇത് രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ഒരു പാരലലോഗ്രാം ആയിട്ട് അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റും. റിസൾട്ടന്റ് കാണാനുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്.
പഠിച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ ഒന്ന് അത് മാത്രം നമുക്ക് തൽക്കാലം മതി. ആ ഒരു ഇക്വേഷൻ നമുക്ക് ഈ ചാപ്റ്ററിൽ വേണം. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ എഫ് ബിയും അതുപോലെ തന്നെ എഫ് സിയും കൂടി റിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് നമുക്ക് വേണമെങ്കിൽ എഫ് എന്ന് എഴുതി വെക്കാം. എഫ് എ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എഫ് ബി സ്ക്വയർ പ്ലസ് എഫ് സി സ്ക്വയർ പ്ലസ് അത് രണ്ടും എത്ര കിട്ടാന്ന് നോക്കാം. എന്നിട്ട് ടു എഫ് എ ഇൻറ്റു എഫ് ബി എഫ് ബി ഇൻറ്റു എഫ് സി കോസ് തീറ്റ. ഓക്കെ, കണ്ടുപിടിക്കാൻ പറ്റില്ലേ? വേഗം കണ്ടുപിടിക്കല. തീറ്റയുടെ വാല്യൂ ഏതായിരിക്കും? ഇതായിരിക്കും തീറ്റയുടെ വാല്യൂ. ഓക്കെ, വേഗം ചെയ്തോ. ചെയ്യാൻ പറ്റൂലേ? ഡൗട്ട് ഉണ്ടാ? കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്തുതരാം. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യിപ്പിക്കണം. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ആംഗിൾ എത്ര വരുന്നതെന്ന് അറിയാലോ. എത്രയായിരിക്കും ആംഗിൾ വരിയത്? എത്ര? 120. ഇനി സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറെ ഒരെണ്ണം കൂടി ചോദിക്കാം. ഇതിപ്പോ റിസൾട്ടന്റ്. ഇനി ഡയറക്ഷൻ ഇപ്പൊ ഞാൻ തന്ന ക്വസ്റ്റ്യനിൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാനില്ല. പക്ഷെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ വരുവാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? അത് നമ്മൾ 11th പഠിച്ചിട്ടുണ്ട്. പാരലലോഗ്രാം ലോയുടെ റിസൾട്ടന്റും ഡയറക്ഷനും കണ്ടുപിടിക്കാൻ വേണ്ടി. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി tan theta or tan beta equal to b divided by a plus b sin theta divided by അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ല. അത് യൂസ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതാ. ചിലപ്പോ അങ്ങനെയും ചോദിക്കാം. ഇത് വേഗം കണ്ടുപിടിച്ചോ. എത്ര കിട്ടിയെന്ന് പറയേ. എത്ര കിട്ടി? 18 ആണോ 180 ആണോ? 180. 18 ആണെങ്കിൽ 18 into 10⁻1 അല്ലേ വരുള്ളൂ. 180 വരിക. കിട്ടിയാ? വേഗം ചെയ്ത് നോക്കിയേ. ആദ്യം എനിക്ക് F1ന്റെ F2ന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് പറയും. F1 F2 എന്ന് പറഞ്ഞാല് എഫ് ബിയും ഫോഴ്സ് സെറ്റ് ഡ്യൂ ടു ദ എഫക്ട് ഓഫ് ബി. കിട്ടാത്തൊരു എല്ലാരും ഒരുപോലെ ചെയ്യത്തില്ല, പയ്യെ ചെയ്തു പോയാൽ മതി. നോക്കിക്കേ, അക്സ ഇത് ആദ്യം കണ്ടുപിടിക്കേ. ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. ഫോഴ്സ് സെറ്റ് ഓരോ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇക്വേഷൻ വരെ നമ്മൾ എത്തി. ഇത് ഞാൻ ബേസ് ആയിട്ട് പറഞ്ഞു പോയതാ. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ കണ്ടുപിടിക്കണം? നമുക്ക് ഫോഴ്സ് സെറ്റ് എ ഡ്യൂ ടു ദ എഫക്ട് ഓഫ് ബി. അപ്പൊ നോക്കിക്കേ, കൂളംസ് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. 2 ചാർജ് തന്നിട്ടുണ്ടല്ലോ, +10 ഉണ്ട് 5 ഉണ്ട്. അത് യൂസ് ചെയ്ത് കൂളംസ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ എഫ് സി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെയും 2 ചാർജ് ഉണ്ട്. അതിന്റെ ഇടയിൽ വരുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ അവിടെയും എന്ത് യൂസ് ചെയ്യുക? കൂളംസ് ലോ യൂസ് ചെയ്യുക. ആൻസർ കിട്ടും. അപ്പൊ എഫ് ബിയും എഫ് സിയും കിട്ടും. അതാണ് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ വേഗം ഒന്ന് എഫ് സിയും എഫ് ബിയും കണ്ടുപിടിച്ചേ. ഫസ്റ്റ് 5 സെന്റിമീറ്റർ ആണ് തന്നേക്കുന്നത്. സെന്റിമീറ്റർ നമ്മൾ എന്തിലേക്ക് മാറ്റുക? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണോട്ടാ. അത് മറന്നുപോയി ആരെങ്കിലും ചെയ്തപ്പോ? മറക്കരുതേ. സെന്റിമീറ്ററിനെ എന്തിലേക്ക് മാറ്റുക? മീറ്ററിലേക്ക് മാറ്റുക. സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് മാറ്റണം എപ്പോഴും. പിന്നെ തന്നേക്കുന്ന മൈക്രോയിലല്ലേ തന്നേക്കുന്നത്? മൈക്രോ കൂളോംബ് അല്ലേ? അതിനൊക്കെ എന്തിലേക്ക് മാറ്റുക? കൂളോംബിലേക്ക് മാറ്റുക. ഓൺലൈനിൽ കയറിയേക്കുന്ന ഒരു ക്യാമറ ഓൺ ചെയ്ത് അതുപോലെ ബോർഡ് ക്ലിയർ അല്ലെങ്കിലും പറയണോ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിലും പറയണേ. എന്ന് പറയണേ.
കിട്ടിയാ 180 കിട്ടി. രണ്ടും കിട്ടിയല്ല. എഫ് എ എഫ് ബിയും കിട്ടി. ഫൈനൽ ആൻസർ 180 കിട്ടി. കറക്റ്റ്. ന്യൂട്ടൺ കേട്ടാ. കിട്ടിയാ? എല്ലാവർക്കും കിട്ടിയാ? ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ മനസ്സിലായില്ല? ഇതുപോലെ തന്നെ ഞാൻ സ്ക്വയർ തന്നെയാണ്, അത് സ്വന്തമായിട്ട് ചെയ്യാം. ഇപ്പൊ ഐഡിയ കിട്ടിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുന്നത് ഇപ്പൊ നോക്കണ്ട, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോ റെഡിയാവും. ചിലർക്ക് ഫസ്റ്റ് കിട്ടും, അത് കുഴപ്പമില്ല, അത് നോക്കണ്ട. അത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേ റെഡി ആവുള്ളൂ. വിമലേ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ റെഡിയാവും. കണ്ടന്റ് എന്താന്ന് മനസ്സിലായി? എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല? ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐഡിയ കിട്ടിയല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ. സമയം സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്നതാ പ്രശ്നം. വേഗം വേഗം അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫോർ ഈക്വൽ പോയിന്റ് ചാർജസ്, ഫോർ ഈക്വൽ, കിട്ടിയില്ലേ? കറണ്ട് വന്നിട്ടില്ല എന്നാളാ പറഞ്ഞു. വിമലൊന്ന് ആണെങ്കിൽ ചോദിക്കും. അല്ല കുഴപ്പമില്ല, കറണ്ട് വന്നിട്ടില്ല. ഇടക്കിടക്ക് പോകുന്നണ്ട. ഓക്കെ, എഴുതിക്കോ. ഫോർ ഈക്വൽ പോയിന്റ് ചാർജസ്, ഫോർ ഈക്വൽ പോയിന്റ് ചാർജസ്, ഫോർ ഈക്വൽ പോയിന്റ് ചാർജസ്, FOUR, four equal point charges, four equal point charges, each of 16 microcoulomb, each of 16 microcoulomb, each of 16 microcoulomb, placed on the four corners of the square, placed on the four corners of the square, placed on the four corners of the square, of side 20 centimeter, of side 20 centimeter, of side 20 centimeter. Calculate the force on any one of the charge. Calculate the force on any one of the charge. Calculate the force on any one of the charge. Simple question ആണ്, സെയിം പാറ്റേൺ തന്നെ. ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ട്രയാങ്കിളിന് പകരം ഇവിടെ എന്താ വന്നിരിക്കുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ, സ്ക്വയർ. ക്വസ്റ്റ്യൻ മനസ്സിലായ? എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഫോർ ഈക്വൽ പോയിന്റ് ചാർജസ്. അപ്പൊ എല്ലാ കോർണേഴ്സിലും, ഇവിടെ നേരത്തെ ഡിഫറെന്റ് ആയിരുന്നു, പക്ഷെ അവിടെ എന്താ എല്ലാ കോർണേഴ്സിലും എന്താ സെയിം ചാർജാ. ഫോർ ഈക്വൽ പോയിന്റ് ചാർജസ് ഈച്ച് ഓഫ് 16 microcoulomb ആർ പ്ലേസ്ഡ് ഓൺ ദ ഫോർ കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 20 centimeter. അപ്പൊ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് വേഗം ഒന്ന് ഫിഗർ വരക്കാൻ നോക്ക്. 20 centimeter സൈഡ്, 20 centimeter സൈഡ്, പിന്നെ ഓരോ കോർണേഴ്സിലും 16 microcoulomb വെച്ചിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇനി ചെയ്ത് നോക്കിക്കേ എന്തായിരിക്കും സംഭവിക്കാന്ന് ചെയ്ത് നോക്ക്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ ഇപ്പൊ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അവര്, മനസ്സിലായ? നേരത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇത് പോസിറ്റീവ് ഇത് പോസിറ്റീവ്, അപ്പൊ റിപ്പൽഷൻ ആയിരിക്കും, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടെസ്റ്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ടെസ്റ്റ് ചാർജ് എന്താണെന്ന് അറിയാല്ല, പോസിറ്റീവ് ചാർജ്. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം അവിടെ തന്നിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ടെസ്റ്റ് ചാർജ് ആണ്, അല്ലെങ്കിൽ 16 microcoulomb എന്നാണ് പറഞ്ഞേക്കുന്നത്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവോടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ, ഇത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യുക, പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുക.
സ്ക്വയർ വരക്കുക, പിന്നെ സ്പെസിഫൈ ചെയ്ത് കോർണർ, ഏത് കോർണറിലെ ടോട്ടൽ ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഫോഴ്സ്. അപ്പൊ ഏത് കോർണറിലെ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കണതെന്നും അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കോർണർ എടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇതിനെ എ ബി സി ഡി എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം 16 ആണ്, എല്ലാം 16 മൈക്രോ കൂളോംബ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ വേണമെങ്കിൽ ഇപ്പൊ ഡി എടുക്കാന്ന് വിചാരിക്കുക. ഡി എടുക്കുവാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. ഡി എന്ന് പറയുമ്പോൾ ഈ ഡിയിലേക്ക് ആരുടെ എഫക്ട് വരും, എത്ര എത്ര കോർണേഴ്സിൽ നിന്നുള്ള എഫക്ട് വരും, ചിന്തിച്ചു നോക്കിയാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരുന്നേ, ഇവിടെ നിന്ന് ഒരു എഫക്ട് ഉണ്ടാവും, ഇവിടെ നിന്ന് ഒരു എഫക്ട് ഉണ്ടാവും, ഇവിടെ നിന്ന് ഒരു എഫക്ട് ഉണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കുക. പിന്നെയും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നിന്നുള്ള എഫക്ട് എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാം എത്രയാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നമ്മള്, ഇങ്ങോട്ടുള്ളത്. അപ്പൊ അവിടെ ഏത് തിയറം വരും, പൈതഗോറസ് തിയറം വെച്ചിട്ട് വേണം ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ. ബാക്കിയെല്ലാം സെയിം സ്റ്റെപ്പ് തന്നെ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ജസ്റ്റ് ട്രൈ ചെയ്യാം, തെറ്റിപ്പോയാലും പ്രശ്നമില്ല. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, വരച്ചിട്ട് വരക്കാൻ നോക്കുക. വരച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഒരു മിനിറ്റ്. ഇത് കണ്ടുപിടിക്കണമെന്ന് ആദ്യം ഒന്ന് ആലോചിക്കട്ടാ. Q1 Q2 എല്ലാ കോർണറും 16 16 രണ്ട് പ്രാവശ്യം. അതായത് FAB അതിനകത്ത് QA എന്ന് പറയുന്നത് 16 into ഇത് Q1 എല്ലാത്തിന്റെ വാല്യൂ Q1 ന്റെയും Q2 ന്റെയും Q3 എല്ലാം 16 മൈക്രോ കൂളോംബ് വെച്ച്. അതായത് നമ്മൾ എടുക്കുന്ന കോർണറിനെ പോലെ ഇരിക്കും. ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഫോഴ്സ് എഫക്ട് പറയും. നീ റിസൾട്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഇതിന്റെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ചില ക്വസ്റ്റ്യനില് പക്ഷെ എന്താ പറയാ, ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണമെന്ന്. നിങ്ങളിപ്പോ റിസൾട്ടിന്റെ നിങ്ങൾ അതാ പറയുന്ന ഓരോരുത്തരെടുത്ത കോർണറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോ വേണ്ടി വരത്തില്ല, ഏത് കോർണർ എടുത്താലും അതിന്റെ ആവശ്യം വരത്തില്ല. ഇപ്പൊ നോക്കിക്കേ, ഇത് റിസൾട്ടന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടി അങ്ങ് റിസോൾവ് ചെയ്താലും മതി. ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഒരു ഐഡിയ കിട്ടും, അത് കണ്ടുപിടിക്കേണ്ട ടൈപ്പ്. അപ്പൊ മനസ്സിലായില്ലേ? ജസ്റ്റ് ഐഡിയ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് കൊടുക്കണം എടാ. ഒന്നെങ്കിൽ ABCD എന്ന് കൊടുക്കുക. ഫോഴ്സിന്റെ ഇത് കറക്റ്റ് ആയിട്ട് അക്സൊക്കെ മനസ്സിലായി എവിടെ വരച്ചത്, അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഐഡിയ ആണത്. അങ്ങനെ വരാം. ഇപ്പൊ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ, സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഇതിപ്പോ അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. നമ്മളൊരു സ്ക്വയർ വരച്ച്, ലക്ഷ്മിക്ക് മനസ്സിലായില്ലെങ്കിൽ നോക്കിക്കോട്ടാ. ഒരു സ്ക്വയർ വരച്ച് ഇവിടെ ഒരു A എന്ന് പറയുന്ന ചാർജ്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. നമുക്ക് ഞാൻ എടുത്തേക്കണ പോയിന്റ് D ആണ്. ഡിയിലെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളിപ്പോ ഫോഴ്സ് സെറ്റ് D ഡ്യൂ ടു ദ എഫക്ട് ഓഫ് A. ഇവിടെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഐസൊലേറ്റ് ആയിട്ട് ഇരിക്കണേ പ്രശ്നമില്ല. ഇവിടെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ഇയാളെ നമ്മൾ പരിഗണിക്കണം. ഇയാളുടെ എഫക്ട് ഇവിടെ വരും. അപ്പൊ ഫോഴ്സ് സെറ്റ് D എന്ന് പറയുന്ന പോയിന്റിൽ ആരുടെ എഫക്ട് വരും, ഫോഴ്സ് ഇത് D ആണെന്ന് വിചാരിക്കുക. ഫോഴ്സ് സെറ്റ് D ഡ്യൂ ടു ദ എഫക്ട് ഓഫ് A അവിടെ വന്നിരുന്നപ്പോ എയുടെ എഫക്ട് ആർക്ക് വന്നു, ഇത് വന്നു. അതാണ് നമ്മൾ ഇങ്ങനെ വരച്ചേക്കണത്. ഇതും പോസിറ്റീവ് ആയിട്ട് അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് സെറ്റ് A ഡ്യൂ ടു ദ എഫക്ട് ഓഫ് D, അത് നമ്മൾ ഇങ്ങനെ കൊടുത്തേ, ഫോഴ്സ് സെറ്റ് D ഡ്യൂ ടു ദ എഫക്ട് ഓഫ് A FDA. ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്തത് ഇതിനെ കൂടി നോക്കണേണ്ട. ഇത് ഡയറക്റ്റ്, ചിലപ്പോ ചിലര് ഇത് കണ്ടുപിടിക്കാതെ തന്നെ ഇതിലേക്ക് എത്തും. എങ്ങനെ വേണേലും ചെയ്യാം. പക്ഷെ ഇവിടെ അതിനും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫോഴ്സ് സെറ്റ് ഇവിടെ ഏതാ കിടക്കുന്നത്, ഇത് C ഇതെന്താ D. അപ്പൊ നമുക്ക് സിയുടെ എഫക്ട് ആർക്ക് വരും, ഡിക്ക് വരും. അപ്പൊ ഫോഴ്സ് സെറ്റ് C ഡ്യൂ ടു ദ എഫക്ട് ഓഫ് ഫോഴ്സ് സെറ്റ് D ഡ്യൂ ടു ദ എഫക്ട് ഓഫ് C. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, FDC. അപ്പൊ രണ്ട് ഫോഴ്സ് കിട്ടി. ഇനി റിസൾട്ടന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, രണ്ടിനെയും കൂടി റിസോൾവ് ചെയ്ത് ട്രയാങ്കിൾ അല്ല പാരലലോഗ്രാം ലോ യൂസ് ചെയ്തിട്ട് റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. വേഗം സോൾവ് ചെയ്യട്ടോ. കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പെട്ടെന്ന് ചെയ്തേ.
ഇത്രയും കണ്ടുപിടിച്ച പോയിന്റ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം പൈതഗോറസ് തിയറം അവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത്. ഒരു പോയിന്റ് കൂടെ വരുമോ? അത് ഇത്രയും കണ്ടുപിടിക്കുന്നു. ഒരു ഫോഴ്സ് കൂടെ അവിടെ എഫക്ട് ചെയ്യും. അത് ചെയ്തിട്ട് പറഞ്ഞുതരാം. ആ 57.6 കറക്റ്റാ. അതിനെ ഒന്ന് ശ്രദ്ധിച്ചോ. ഇനി ശ്രദ്ധിച്ചേ പൈതഗോറസ് തിയറം എന്താ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അപ്പൊ നമുക്ക് എല്ലാ വാല്യൂ അറിയാലോ. 16, 60 അതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ കറക്റ്റ് ആയിട്ട്? ഓക്കെ. ഇനി ഫോഴ്സ് അറ്റ് ഡി ഡ്യൂ ടു ദ എഫക്ട് ഓഫ് എ ആൻഡ് ദിസ് ഇസ് ഫോഴ്സ് അറ്റ് ഡി ഡ്യൂ ടു ദ എഫക്ട് ഓഫ് സി. രണ്ട് ഫോഴ്സ് കിട്ടി. ഈ രണ്ട് ഫോഴ്സിനെ നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഏത് ഫോഴ്സ് കിട്ടും? ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫോഴ്സ് ഇവിടെ കിട്ടും അല്ലെ? അത് നിങ്ങൾ കണ്ടുപിടിച്ചാത്രേ. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതാണ്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ചാർജ് കാരണം ഇവിടെ എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ഒരു ഫോഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട കേസാണ് ഞാൻ പറയണത്. ഇപ്പൊ ഇത് രണ്ടിന്റെ റിസൾട്ടന്റ് എടുത്ത് ജസ്റ്റ് സോൾവ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവിടെ എഫ് ഡാഷ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കിട്ടിയെന്നിരിക്കട്ടെ. ഇതിന്റെ എഫക്റ്റ് കാരണം ഇവിടെ എന്ത് വരും? ഫോഴ്സ് വരും. അപ്പൊ ആ ഫോഴ്സ് നമ്മൾ മാർക്ക് ചെയ്യാനാണെങ്കിൽ എങ്ങനെ വരുന്നത്? ഇങ്ങനത്തെ ഫോഴ്സ്. അതായത് രണ്ടും സെയിം ഡയറക്ഷനില്ല. അപ്പൊ ആ ഫോഴ്സ് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? എന്നിട്ട് ആഡ് ചെയ്താൽ മതി. അതായത് ഇത് രണ്ടും റിസോൾവ് ചെയ്ത് കിട്ടണ ഫോഴ്സും പിന്നെ ഈ ഒരു കോർണറിലെ ബി എന്ന് പറയുന്ന കോർണറിലെ ചാർജ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സും അത് രണ്ടും സെയിം ഡയറക്ഷനിലാകുമ്പോൾ ഫൈനൽ ഫോഴ്സ് റിസൾട്ടന്റ് ഫോഴ്സ് എഫക്റ്റിംഗ് അറ്റ് ഡി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും കൂടെ പറയാം? അതിന്റെ ഒരു എഫക്റ്റും കൂടി വരും. അപ്പൊ ഏതും കൂടി ആഡ് ചെയ്യണം? ആ കൂട്ടത്തിൽ ഇതും കൂടെ ആഡ് ചെയ്യണം. അവിടെയാണ് പൈതഗോറസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് പിന്നെ പറയാന്ന് പറഞ്ഞത്. വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തരാന്നാ വിചാരിച്ചത്. പക്ഷെ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും നോക്കി വെക്കുക. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ആരൊക്കെ വരുന്നുണ്ട് അവിടെ? ഇവിടെ ഇരിക്കുന്ന ആളെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കണത്. അപ്പൊ ഇവിടുത്തെ ഈ ലെങ്ത് കണ്ടുപിടിക്കുക. ഈ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് 0.2 ആണ്, ഇത് 0.2 ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. അപ്പൊ അതും വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കുക. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എഫക്റ്റിംഗ് അറ്റ് ഡി എന്ന് പറയുമ്പോൾ ഈ എഫ് ഡാഷ് പ്ലസ് എന്ത് വരും? ഫോഴ്സ് അറ്റ് ഡി ഡ്യൂ ടു ദ എഫക്ട് ഓഫ് ബി. ഇത്രയും ചെയ്യുമ്പോഴേ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുള്ളൂ. വേഗം ഒന്ന് ചെയ്ത് ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അത്രയും ചെയ്തില്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എത്ര കിട്ടി? ഇവിടെ വരെ എത്ര കിട്ടി എന്ന് പറ? 57.6. അത് കിട്ടി. ഇനി അടുത്തത് അത് രണ്ടും കൂടി റിസോൾവ് ചെയ്താ. എന്നിട്ട് റിസോൾവ് ചെയ്യുമ്പോ എത്ര കിട്ടും? ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള എഫ് ഡാഷ് എത്ര കിട്ടി എന്ന് പറ? 57.6 തന്നെ കിട്ടി. ഓക്കെ, 57.6 തന്നെ വന്നു. അത് നോക്കട്ടെ. 57.6 into √2 വരൂലേ? 90 ഡിഗ്രി. അപ്പൊ 2 into √2 വരും. ചെയ്തോ? കറക്റ്റാ. √2 57.6 into √2. കറക്റ്റ്. 57.6 into √2 വരും. കിട്ടിയില്ലേ √2? ടേമേ അങ്ങ് 90 ആയി പോയല്ലോ. ഇതല്ല, സോറി. എവിടെ ബാക്കി എവിടെ? റിസൾട്ടന്റ് എടുത്തത് എവിടെ? റിസൾട്ടന്റ് അതായത് ഞാൻ ക്വസ്റ്റ്യൻ പറയട്ടെ, നിങ്ങൾ 3 പേര് ശ്രദ്ധിച്ചോ. അതെ, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു തരാവേ ഒന്നുകൂടെ. കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതിൽ കൺസെപ്റ്റ് കിട്ടിയ ഓക്കെ. ബി സി ഡി ടോട്ടൽ ഫോഴ്സ് 2 സ്റ്റെപ്പായിട്ട് ചെയ്യിക്കാന്ന് ഓർത്ത് ഞാൻ ആദ്യം മറ്റേത് പറയാന്ന്. ടോട്ടൽ ഫോഴ്സ് എഫക്റ്റിംഗ് അറ്റ് ഡി കണ്ടുപിടിക്കണം. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഫോഴ്സ് അറ്റ് ഡി ഡ്യൂ ടു ദ എഫക്ട് ഓഫ് എ അതൊരെണ്ണം ഉണ്ടാവും. മനസ്സിലായ? പിന്നെ ഇവിടെയും പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാവും ഫോഴ്സ് അറ്റ് ഡി ഡ്യൂ ടു ദ എഫക്ട് ഓഫ് സി. 2 ഫോഴ്സ് നമുക്ക് വന്നു. ഇത് തമ്മിൽ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫോഴ്സ് കിട്ടും. അതിനെ ഞാൻ F1 എന്ന് പേര് കൊടുത്തു. അങ്ങനെ ഇരിക്കട്ടെ, F1. ഓക്കെ, F1 എന്ന് പറയുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഈ പോയിന്റിലുള്ള ഫോഴ്സ് കിട്ടി.
അപ്പോഴാണ് നമ്മൾ ഓർത്തത് ഇവിടെ ഒരു ചാർജും കൂടി ഉണ്ട്, ഈ ചാർജിന്റെ എഫക്റ്റും അവിടെ വരും. F1 വരെ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം മാർക്ക് കിട്ടും. പിന്നെ ഒരു ഹാഫ് മാർക്ക് വരുന്നതാണ് ഈ ഏരിയ. ഈ ടോട്ടൽ എഫക്ട് ബിയുടെ കൂടി എഫക്ട് ആ പോയിന്റിൽ വരും. അപ്പൊ ബിയുടെ എഫക്ട് വരാന്ന് പറയുമ്പോൾ ബിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഫോഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ഇവിടുത്തെ വാല്യൂ 16, ഇവിടുത്തെ വാല്യൂ 16. അപ്പൊ എന്ത് കണ്ടുപിടിച്ചാൽ F is equal to K Q1 Q2 by R square തന്നെ ചെയ്യാം. R എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇത് 0.2, ഇത് 0.2 ആണെങ്കിൽ എന്ത് ചെയ്യുക, 0.2 സ്ക്വയർ പ്ലസ് 0.2 സ്ക്വയർ വരും. R റൂട്ട് ഓഫ് 0.2 സ്ക്വയർ പ്ലസ് 0.2 സ്ക്വയർ. അപ്പൊ R സ്ക്വയർ ആയി കഴിയുമ്പോഴത്തേക്കും റൂട്ട് പോകും. അപ്പൊ 0.2 സ്ക്വയർ പ്ലസ് 0.2 സ്ക്വയർ വരും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, അടുത്ത ഫോഴ്സ് കിട്ടും. അപ്പൊ ഇവിടെ അടുത്തൊരു ഫോഴ്സും വന്ന് F2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് 20 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ 20 × 10⁻20 എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ 20 × 10⁻2 0.2. അപ്പൊ നമുക്ക് രണ്ട് ഫോഴ്സ് കിട്ടി. അപ്പൊ F1 കിട്ടി, ഇവിടെ അടുത്ത ഫോഴ്സ് ഇതിന്റെ എഫക്ട് കാരണമുള്ള F2 കിട്ടി. മനസ്സിലായ? അതാണ് അപ്പൊ നിങ്ങൾ ചെയ്ത FDC, അതായത് ഫോഴ്സ് അറ്റ് D ഡ്യൂ ടു ദ എഫക്ട് ഓഫ് C, അത് കറക്റ്റ് 57.6. ഫോഴ്സ് അറ്റ് D ഡ്യൂ ടു ദ എഫക്ട് ഓഫ് A, അതും കറക്റ്റ് 57.6 വന്നു. ഇനി ഇവരെ രണ്ടുപേരെയും കൂടി റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്തതിന്റെ വാല്യൂ എവിടെയാ, അതാ ഞാൻ ചോദിച്ചത്. റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്താലല്ലേ നമുക്കിത് ഇങ്ങനെ നിക്കണല്ലേ. ഇങ്ങനെ നിന്ന് കഴിയുമ്പോ ഇതിനെ രണ്ടിനെ റിസോൾവ് ചെയ്താലല്ലേ നടുക്കുള്ള ആളെ കിട്ടുള്ളൂ. അപ്പൊ റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F is equal to root of FA square plus അല്ലെങ്കിൽ F1 square plus F2 square plus 2F1 F2 into cos theta. തീറ്റയുടെ വാല്യൂ അവിടെ എത്ര വരാ, 90 ഡിഗ്രി. 90 ഡിഗ്രി വരുമ്പോ ആ ടേം തന്നെ അങ്ങോട്ട് പോയി. മനസ്സിലായ? അപ്പൊ അത് റിസോൾവ് ചെയ്തിട്ട് ആദ്യം ഇവിടെ F1 ന്റെ വാല്യൂ കണ്ടുപിടിക്കും. ദെൻ ഫോഴ്സ് അറ്റ് D ഡ്യൂ ടു ദ എഫക്ട് ഓഫ് D, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോ ഫൈനലേ കുറച്ച് ചെയ്യണം, ചെയ്ത് എത്തണം. നിനക്ക് കിട്ടിയായിരുന്നോ? കിട്ടിയാ മോനെ? കിട്ടി? ഇല്ല, ഫുള്ള് കിട്ടി. ക്വസ്റ്റ്യൻ മനസ്സിലായ? കുറച്ച് ചെയ്യണം നമ്മൾ, എന്നാലേ എത്തുള്ളൂ ഇതിലേക്ക്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് തീരുകയും ചെയ്തു. പക്ഷേ ഇല്ല, നമ്മൾ ചിന്തിക്കണം. അന്നെ ഇപ്പൊ എത്തും, വേഗം ചെയ്തോ, കിട്ടും. മക്കളെ, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ഓൺലൈനിൽ കയറിയേക്കുന്നവര് കിട്ടുന്നുണ്ടാന്ന് എനിക്ക് അറിയുന്നില്ല. ഏതാണോ ഒന്നുകൂടെ പറയൂ. 57.6 ആണ് കിട്ടിയേക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി അവര് ചെയ്ത് നിങ്ങളിവിടെ ശ്രദ്ധിച്ചോട്ടെ. ഓൺലൈനിൽ കയറിയേക്കുന്നവർ ശ്രദ്ധിക്കേ, ശ്രദ്ധിച്ചോട്ടാ. ക്യാമറ ഓൺ ചെയ്ത് വെച്ചപ്പോ എനിക്ക് മനസ്സിലാവും കിട്ടുന്നുണ്ടാന്ന് അറിയാനോ. ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ ക്വസ്റ്റ്യൻ ഒന്ന് പറയുന്ന നേരത്തെ. ഓക്കെ, ശ്രദ്ധിച്ചു. അപ്പൊ നമുക്ക് ഒരു സ്ക്വയർ ആണ് പറഞ്ഞേക്കുന്നത്. ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. സ്ക്വയറിന്റെ 4 കോർണേഴ്സിലും ചാർജ് ഉണ്ട്. ഇപ്പൊ 16 മൈക്രോ കൂളോംബ് എല്ലാ കോർണേഴ്സിലും ചാർജ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനെ A, B, C and D എന്ന് പറഞ്ഞു കൊടുക്കണേ. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായാലും 4 കോർണേഴ്സിലും ചാർജ് ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഫോഴ്സ് എഫക്ടിങ് അറ്റ് എനി ചാർജ് എന്നാ ചോദിച്ചേക്കുന്നത്. ഞാനിപ്പോ D ആയിട്ട് അസ്യൂം ചെയ്യാം. ടോട്ടൽ ഫോഴ്സ് എഫക്ടിങ് അറ്റ് D, അതാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡിയിൽ എഫക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ സോ എല്ലാ കോർണേഴ്സിലും 16 മൈക്രോ കൂളോംബ് ഉണ്ട്. നിങ്ങൾ കിട്ടാത്തവർ ശ്രദ്ധിച്ചോ, 16 മൈക്രോ കൂളോംബ് വെച്ചിട്ടുണ്ട്. കൺസെപ്റ്റ് കിട്ടിയാൽ പിന്നെ കാൽക്കുലേഷനേ ഉള്ളൂ, വലിയ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ഇതെല്ലാം പോസിറ്റീവ് ആണ്, 16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഡിയിൽ എഫക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ A. അപ്പൊ ഒരാൾ ഇവിടെ ഐസൊലേറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ഓക്കെ, ഒരു ചാർജ് അടുത്ത് വരുമ്പോൾ അതിന്റെ എഫക്ട് അവിടെ ഉണ്ടാവും. അപ്പൊ A കാരണം ഡിയിൽ ഉണ്ടാവുന്ന ഫോഴ്സ്. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമുക്ക് അതിനെ നോക്കിയാൽ ഇതും പോസിറ്റീവ് ഇതും പോസിറ്റീവ്. അപ്പൊ റിപ്പൾസീവ് ഫോഴ്സാ വരുന്നത്. അപ്പൊ ഫോഴ്സ് അറ്റ് D ഡ്യൂ ടു ദ എഫക്ട് ഓഫ് A, അതിന് ഞാൻ അങ്ങനെ കൊടുത്തു. അടുത്തത് C കാരണം ഡിയിൽ എന്തുണ്ടാവും, ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഫോഴ്സ് അറ്റ് D ഡ്യൂ ടു ദ എഫക്ട് ഓഫ് C. അപ്പൊ രണ്ട് ഫോഴ്സ് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. FDC എന്ന് പറയുന്ന ഫോഴ്സും വന്ന് FDA എന്ന് പറയുന്ന ഫോഴ്സും വന്ന്. നിങ്ങൾക്ക് ഏത് കോർണർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ D ചൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സിയോ എയോ ബിയോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. അപ്പൊ രണ്ട് ഫോഴ്സ് എനിക്ക് ഇവിടെ കിട്ടി. ഈ രണ്ട് ഫോഴ്സ് നമുക്ക് നെറ്റ് ഫോഴ്സ് എഫക്ടിങ് അറ്റ് D ആണ് കണ്ടുപിടിക്കേണ്ടത്. B അവിടെ നിൽക്കട്ടെ, ബിയുടെ എഫക്റ്റും അവിടെ ഉണ്ടാവും. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പറയാം. ഇപ്പൊ തൽക്കാലം ഇത്ര ആലോചിക്കുക. ഈ രണ്ട് ഫോഴ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. ഇപ്പൊ ഇൻ കേസ് FDC എന്ന് പറയുന്ന ഫോഴ്സും
എഫ് ഡി എ എന്ന് പറയുന്ന ഫോഴ്സും സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഇത് സെയിം ഡയറക്ഷനിലല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല, രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇവിടെ നമ്മളപ്പോ ഏത് ലോയാ യൂസ് ചെയ്യേണ്ടത്? ഒന്നില്ലെങ്കിൽ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഓർ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. ഇവരുടെ രണ്ടിന്റെയും റിസൾട്ടന്റ് നമ്മൾ കണ്ടുപിടിക്കുക. ഇതൊരു പാരലലോഗ്രാം ആയിട്ട് അസ്യൂം ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പാരലലോഗ്രാം ആയിട്ട് നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പൊ പാരലലോഗ്രാം ആയിട്ട് ഞാൻ ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചു പോണേണ്. ഒരു പാരലലോഗ്രാം ആയിട്ട് അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 11th നമ്മൾ പഠിച്ചിട്ടുള്ളതാ. എഫ് ഇസ് ഈക്വൽ ടു റിസൾട്ടന്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എഫ് ഡി സി സ്ക്വയർ പ്ലസ് എഫ് ഡി എ സ്ക്വയർ പ്ലസ് 2FDC ഇൻറ്റു എഫ് ഡി എ കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യം എഫ് ഡി സി കണ്ടുപിടിക്കുക, ദെൻ എഫ് ഡി എ കണ്ടുപിടിക്കുക. എഫ് ഡി സിയും എഫ് ഡി എയും കിട്ടിയിട്ടുണ്ടെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റിസൾട്ടന്റ് ഫോഴ്സിനെ ഞാൻ F1 എന്ന് കൊടുക്കണേ. F1 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ F1ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട കാര്യം, ബിയിൽ ഒരു ചാർജ് ഉണ്ട്. ആ ബിയിലെ ചാർജിന്റെ എഫക്റ്റ് ആർക്ക് കിട്ടും? ഡിയിൽ കിട്ടും. അപ്പൊ അതും നമ്മൾ കണ്ടുപിടിക്കുക. ഫോഴ്സ് ഡ്യൂ ടു F1 കിട്ടിക്കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയെ. F1 കിട്ടിക്കഴിഞ്ഞിട്ട് ഫോഴ്സ് അറ്റ് ഡി ഡ്യൂ ടു ദ എഫക്ട് ഓഫ് ബിയും കൂടെ കണ്ടുപിടിക്കുക. ബി കൂടെ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ബിയിൽ നിന്ന് ഡിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യണേ. ഇതെല്ലാം 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ അപ്പൊ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. യൂസിങ് പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് FDB കിട്ടും. ദെൻ ടോട്ടൽ ഫോഴ്സ് എഫക്റ്റിംഗ് അറ്റ് ഡി എന്ന് പറയുന്നത് നമുക്ക് അപ്പൊ എന്തായിട്ട് എഴുതാൻ പറ്റും? F1 പ്ലസ് FDB. ഇതാണ് ആൻസർ ചെയ്തു വരുമ്പോ. ഓക്കെ, ഓരോ സ്റ്റെപ്പിലും ആൻസേഴ്സ് എത്ര കിട്ടിയേക്കണേന്ന് പറയട്ടെ. FDCയും FDAയും സോൾവ് ചെയ്തപ്പോ എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാവർക്കും 57.6 എത്തി. കിട്ടിയല്ല? 57.6 കിട്ടിയില്ലേ? ഇനി റിസോൾവ് ചെയ്തില്ല. റിസോൾവ് ചെയ്യാത്തപ്പോഴാണ് വിമലിനൊക്കെ തെറ്റിപ്പോയത്. അപ്പൊ റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. 57.6 ഇൻറ്റു √2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ അത് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കണ്ടുപിടിക്കും. ഇതിന്റെ വാല്യൂ കിട്ടിയ ഫോഴ്സ് അറ്റ് ഡി ഡ്യൂ ടു ദ എഫക്ട് ഓഫ് ബി, അത് കണ്ടുപിടിച്ചത് എത്ര കിട്ടുന്നതെന്ന് നോക്കിക്കേ. അവിടെ പോയാ പിന്നെ കിട്ടി. കൺസെപ്റ്റ് മനസ്സിലായ? എന്താ പറയാ, കുറച്ച് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. ഇത് ഒന്നാവത്തില്ല, ചേഞ്ച് വരും. ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റും ഇതും തമ്മിൽ ഇതിന്റെ റിസൾട്ടന്റാ. ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഞാനിപ്പോ മാറ്റി വരക്കണേണ്ട. ഇങ്ങനെ വരച്ച് കാണിക്കണമെങ്കിൽ ഇത് എങ്ങനെയാ പോയിന്റ് വന്നേന്ന് മനസ്സിലായല്ലോ. ഇതും എങ്ങനെയാ പോയിന്റ് വന്നേന്ന് മനസ്സിലായല്ല. ഇനി ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഇവിടെ ഒരു ചാർജ് ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് അറിയാലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 0.2 സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ 0.2 സ്ക്വയർ. അങ്ങനെ ചെയ്യാം. അപ്പൊ ഹൈപ്പോട്ടന്യൂസ്, ഇനി നമുക്ക് വേണ്ടത് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ആറാണ്. ആറിന്റെ സ്ക്വയർ അല്ലേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കൊണ്ടുവന്ന്. അപ്പൊ R സ്ക്വയർ ആകുമ്പോഴത്തേക്കും ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായി? 0.2 സ്ക്വയർ പ്ലസ് 0.2 സ്ക്വയർ. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ മതി. 28.8 ആറല്ല, ഫൈനല് 28.8 വന്നാടാ. 28.8 ആണെന്ന് നോക്കട്ടെ. 28.8 അതാണ് കിട്ടേണ്ടതാ. എന്നിട്ട് ജസ്റ്റ് പ്ലസ് ചെയ്താൽ മതി. 57.6 പറഞ്ഞു. എന്താ പഴം ചെയ്തോ? ഞാൻ ചെയ്യാൻ പോണേ. Force at D due to the effect of C. K Q1 Q2 by R square, which is equal to 9 into 10 raised to 9 into 16 into 10 raised to ഇത് ചെയ്യുമ്പോൾ 57.6 കിട്ടിയല്ല. 57.6. ഇനി ഫോഴ്സ് അറ്റ് ഡ്യൂ ടു ദ എഫക്ട് ഓഫ് എ, ദാറ്റ്സ് ഈക്വൽ ടു K Q1 Q2 by R square. ഞാൻ ജസ്റ്റ് സോൾവ് ചെയ്ത് പോണേണ്ട. കറക്റ്റ് ആൻസർ കിട്ടുമെന്നുണ്ടാന്ന് നോക്കണേ.
ആൻസർ 57.6 57.6 into √2 പ്ലസ് 28.8 അത് വരും. എവിടെ ഒന്നും വരില്ല. Force at B or D due to the effect of B. Ah. No. Ah, 28.8. 57.6 √2. ചെയ്യണമെങ്കിൽ ചെയ്യാമല്ല, അവിടെ വെച്ച് നിർത്താം, അത്ര കൊടുത്തിട്ടുള്ളൂ. ഫൈനൽ ആൻസർ ചെയ്തു വരുമ്പോ 110.3 ഇത് വരും. കുറച്ച് ലെങ്തി ആണ്. ടൈം നോക്കിക്കാൻ പെട്ടെന്ന് ചെയ്യണ്ട. എത്ര നേരം എടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി? അത് കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് കൺസെപ്റ്റ് കിട്ടിയിട്ടെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ നമ്മൾ സ്പീഡാക്കണം. കാൽക്കുലേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ സ്പീഡാക്കി വരും, അല്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റത്തില്ല. ഇത് ചെയ്തു വരുമ്പോ 28.8 കിട്ടും കേട്ടോ. ഫൈനൽ ഫോഴ്സ് എന്ന് പറയുമ്പോ F ഈക്വൽ ടു (1.41) സംതിങ്. റൂട്ടിന്റെ വാല്യൂ ആണോ? 0.72 ഞാൻ പറഞ്ഞ 0.72 അല്ല, 1.4. ഞാനാണോ പറഞ്ഞേ? ആണോ? 1 പോയിന്റ്. 100 പോയിന്റാണല്ലേ? എവിടെയോ പോയിട്ടുണ്ട്. √2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എവിടെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 1.4. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജസ്റ്റ് ഒന്ന് ഫൈനൽ ആൻസർ ഒന്ന് എഴുതി വെച്ചേക്കാം, അല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടത്തില്ല ചെയ്യാൻ. വേഗം ചെയ്തേ. ശരിക്കും കിട്ടേണ്ടതാണ്. 110.3 ആണെന്ന് നോക്കട്ടെ. അതെ, 110.3. രണ്ടു ദിവസം ഹോംവർക്കും തട്ടെ ഇങ്ങനത്തെ. എത്തിയാ? ബാക്കിയുള്ളവർ എക്സൊക്കെ എത്തിയാ? കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. ട്വന്റി വെച്ച് ചെയ്യണമെങ്കിൽ തെറ്റില്ല. ലാസ്റ്റ് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അത് പിന്നെ പ്രശ്നമാവില്ല. എല്ലായിടത്തും 20 വെച്ച് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അത് കൊടുക്കണം. അത് സ്റ്റാൻഡേർഡിലേക്ക് മാറ്റാം. 20 ആൻസർ മാറി വരും. ഫൈനൽ ആൻസറിൽ ചേഞ്ച് വരുമല്ലോ, നമ്മൾ കൺവേർട്ട് ചെയ്യണ്ടേ. മീറ്ററിലെ കിടക്കുള്ളൂ. ഫുൾ ചെയ്യണം. അതപ്പോ ലാസ്റ്റ് വരും.
108.84. 576 അത് കൺവേർട്ട് ചെയ്യാനിട്ടാ, കൺവേർട്ട് ചെയ്യാതെ ചെയ്തതുകൊണ്ടാ. ചെയ്തിട്ടാണോ? ചെയ്ത് നോക്കട്ടെ. ഇത് ഡെസിമലിന്റെ പ്രശ്നമാണ്, കുഴപ്പമില്ല. ഡെസിമൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവും. കറക്റ്റ് 10 അത് ഇത് ഡെസിമലിലും തന്നെ കറക്ഷൻ ആയിരിക്കും. അത് ഇവിടെ ഒന്ന് ചെയ്ത് കറക്റ്റ് ആക്കി നോക്കട്ടാ. ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്തോട്ടാ, സെയിം തന്നെ. ടൂ 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. ഹോംവർക്ക് ആയിട്ട് ചെയ്തോ, എഴുതിക്കോ. 2 point charges കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആൻസർ വല്ല സൈഡിലും എഴുതി വെച്ചിട്ട് അടുത്തത് എഴുതിക്കോട്ടാ. 2 point charges plus q and minus 2q plus q, സ്മോൾ ലെറ്റർ ആണ്, plus q and minus 2q plus q and minus 2q are placed at the vertices plus q and minus 2q are placed at the vertices BC of an equilateral triangle, BC of an equilateral triangle ABC, BC of an equilateral triangle ABC of side A, of side A, of side A. Obtain expression for magnitude of resultant electric field, magnitude of resultant electric field at the vertex A, due to these two charges, മനസ്സിലായോ എന്താ ചെയ്യേണ്ടതെന്ന്? ഫോഴ്സിന് വരെ എന്താ വന്നേക്കുന്നതെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ, ഇലക്ട്രിക് ഫീൽഡാ വന്നേക്കുന്നതെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. സെയിം ക്വസ്റ്റ്യൻ ആ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ അല്ലേ, അത് തന്നെ ഞാൻ ചാർജ് ഒന്ന് മാറ്റി ക്യൂവും -2q എന്ന് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്ത് നോക്കുക, ടൈം എടുക്കും. ഫസ്റ്റ് ഇപ്പൊ മനസ്സിലായില്ല ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോ എത്ര ടൈം വന്നെന്ന്. ടൈം എടുത്താൽ പ്രശ്നമില്ല, ആദ്യമൊക്കെ ടൈം എടുക്കും. ചെയ്ത് നോക്കുക, ഏകദേശം ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുക. ചെറിയ ഡെസിമലിന്റെ വ്യത്യാസമൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, എന്നാലും വലിയ ഡിഫറൻസ് പാടില്ല. അപ്പൊ നമ്മൾ ആ ചെയ്തെടുത്ത് എന്താ പറയാ 57.6√2 + 28.8 എന്നൊക്കെ പറഞ്ഞില്ലേ, ഏകദേശം അവിടെ വരെയെങ്കിലും കൊണ്ടുവന്ന് എത്തിക്കണം. ഫൈനൽ ആൻസറിൽ അത്ര വ്യത്യാസം വന്നാൽ നല്ല വ്യത്യാസം വരരുത്, ചെറിയ ഡീവിയേഷൻ ആണെങ്കിൽ ഓക്കെ. ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് വരാം. തെറ്റിയാലും പ്രശ്നമില്ല, ട്രൈ ചെയ്തിട്ടുണ്ടാവണം. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ട്രയാങ്കിൾ വരക്കുക, 2 ചാർജസ് 2 കോർണറിൽ കൊടുക്കുക. തേർഡ് ചാർജിൽ എഫക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് അല്ല, മാറിപ്പോരുത്. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത് ഈ ക്വസ്റ്റ്യനില്? ഇലക്ട്രിക് ഫീൽഡ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ വേണം ഹോംവർക്ക്. വേണമെങ്കിൽ നമുക്കൊരു സ്ക്വയറിന്റെ ഒരെണ്ണം കൂടെ തരാന് വേണ്ട. അപ്പൊ ഇത് ചെയ്തിട്ട് വന്നോട്ടെ, ചെയ്യാതെ വരരുത്. ഇനി അടുത്ത കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത എഴുതിക്കോ, അടുത്ത ചെറിയ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി ഇപ്പൊ ഇത്ര വലിയ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കണല്ലേ, ഇത് ഹോംവർക്ക് ചെയ്തിട്ട് വന്നോട്ടാ ഇത് കറക്റ്റ് ആയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അതിന് സിമ്പിൾ ക്വസ്റ്റ്യൻ തരാം. Two charges. One is +5 microcoulomb. 2 charges. One is +5 microcoulomb. അധികം ടൈം എടുക്കരുത്, പെട്ടെന്ന് ചെയ്യണം കേട്ടോ ഇത്. One is +5 microcoulomb and another is -5 microcoulomb.
are placed 1 millimeter apart, are placed 1 millimeter apart. Find the dipole moment. വേഗം ചെയ്തു പറയട്ടെ, അധികം ടൈം എടുക്കാതെ പെട്ടെന്ന്. Find the dipole moment. Dipole moment കണ്ടുപിടിക്കാനാ, എല്ലാം തന്നിട്ടുണ്ട്. ഇക്വേഷൻ അറിയാലോ, ഡൈപോളിന്റെ ഇക്വേഷൻ ഏതാ വരാ? P is equal to 2aq. 2aq ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. P is equal to 2aq. വേഗം ചെയ്ത് ആൻസർ പറയട്ടാ. എന്തേ ആരെങ്കിലൊക്കെ തെറ്റിക്കുന്നതാണല്ലോ, നോക്കട്ടെ. 1 millimeter എത്ര ഇൻറ്റു 10 മില്ലിമീറ്ററിലല്ലേ തന്നേക്കണത്? ആ അതൊക്കെ നീ പറയരുത്, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 10⁻³ എത്ര കിട്ടിയത്? 5 × 10⁻⁹. എന്താ ഇതിൽ ഇത്ര മിസ്റ്റേക്ക് ഉള്ളത്? വിമലിന്റെ 5 എവിടെ? 5 ചാർജ് എവിടെ? ചാർജിന് ആരെഴുതും? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, കിട്ടിയില്ലേ അത്? നോക്കിക്കേ, P is equal to 2aq. ക്യൂവിന്റെ വാല്യൂ എന്താ? ഡൈപോൾ മൊമെന്റ് എന്ന് പഠിച്ചേക്കണേ എന്താ? ഇറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ലെങ്ത് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദ ചാർജ്. അങ്ങനെയാ പഠിച്ചേക്കുന്നേ. 2 ഇൻറ്റു ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടാ? ഇല്ല. 2a എന്ന് പറയുന്നത് ഡയറക്റ്റ് വന്നിട്ടുണ്ട്. അതായത് +5നെയും -5നെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ 2a എന്ന് പറയുന്നത്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് 1 millimeter എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 1 × 10⁻³ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വൺ ഓഫ് ദ ചാർജ്. അതായത് 5 ഇൻറ്റു മൈക്രോ കൂളോംബിനെ കൂളോംബിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻⁻⁶. അപ്പൊ എത്ര കിട്ടി? 5 × 10⁻⁹. ഓക്കെ. യൂണിറ്റ് എന്തായിരുന്നു? യൂണിറ്റ് എഴുതിയില്ല. യൂണിറ്റ് എന്താ? യൂണിറ്റ് കൂളം മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ ഒരെണ്ണം എടുത്താൽ മതി, ചാർജ് ഏതെങ്കിലും. സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നോക്കുക, ഡൈപോളിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a. അതാണ് തന്നേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനും കൂടെ തന്നിട്ട് വേറെയിലേക്ക് പോവാം. ആൻ ഇലക്ട്രിക് ഡൈപോളിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും ഈ ടൈപ്പ് ക്വസ്റ്റ്യന്. ഇത് സിമ്പിൾ ആണ്, മറ്റേ ക്വസ്റ്റ്യൻ പോലെ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, പെട്ടെന്ന് ചെയ്യാം. An electric dipole when held at 30 degree, an electric dipole when held at 30 degree, an electric dipole when held at 30 degree, an electric dipole when held at 30 degree with respect to a uniform electric field, with respect to a uniform electric field, with respect to a uniform electric field of 10⁴ Newton per coulomb, 10⁴ Newton per coulomb, 10⁴ Newton per coulomb, experiences a torque of 9 × 10⁻⁻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 ⁻
9 into 10 raised to minus 26 Newton meter. Calculate the dipole moment of the dipole. Calculate the dipole moment of the dipole. Calculate the dipole moment of the dipole. ഇക്വേഷൻ ഏതാ വരിക? നമുക്ക് തന്നിട്ടുണ്ട് തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, ടോർക്ക് തന്നിട്ടുണ്ട്, ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. ഡൈപോൾ മൊമെന്റ് അപ്പൊ നോക്കിക്കേ, ടോർക്ക് തന്നിട്ടുണ്ട്. ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചേ? ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. അതിൽ നോക്കിക്കേ, ഡൈപോൾ മൊമെന്റ് ഏത് ലെറ്റർ റെപ്രസെന്റ് ചെയ്യാ? പി. പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ പി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പി ഈസ് ഈക്വൽ ടു ടോ ഡിവൈഡഡ് ബൈ ഇ സൈൻ തീറ്റ. ടോയുടെ വാല്യൂ എത്ര തന്നേക്കുന്ന? ടോർക്കിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. That is 9 into 10 raised to minus 26 divided by electric fieldന്റെ വാല്യൂ തന്നിട്ടുണ്ട് 10 raised to 4 into sin 30. Sin 30
1/2. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് എത്ര കിട്ടും നോക്കിക്കേ. 9 into 10 raised to minus 26 divided by 10 raised to 4 into 1/2. 18 into 10 raised to minus 30 കിട്ടിയ. ന്യൂമറേറ്ററിലേക്ക് പോകൂലേ? 9 2 ന്യൂമറേറ്ററിലേക്ക് പോവില്ല. വൺ 1.8 into 10 raised to minus 29 കൂളം മീറ്റർ. അങ്ങനെ എഴുതണമെങ്കിൽ അങ്ങനെ. കിട്ടിയല്ല? എന്നൊക്കെ കിട്ടിയ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റിന്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ട്ടോ. അപ്പൊ ടോർക്കിന്ന് ഈ ഒരു ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. ടോർക്കിന്ന് ഡയറക്റ്റ് ടോർക്ക് കണ്ടുപിടിക്കാൻ വരത്തില്ല, വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇന്നത്തോടെ കുറച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്ത ക്ലാസ്സിൽ ഫ്ലക്സ് നന്നായിട്ട് നോക്കാം. അപ്പൊ ഫ്ലക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫ്ലക്സ് നമുക്ക് മാക്സിമം പറ്റണത്ര നോക്കാം. പിന്നെ ആക്സിയൽ ഇക്വറ്റോറിയൽ ഇല്ലേ, അത് ചോദിക്കുവാണെങ്കിൽ ഒരെണ്ണം ഡെറിവേഷൻ ആയിരിക്കും ചോദിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡെറിവേഷൻ ആയിട്ട് ചോദിച്ചിട്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ആക്സിയൽ ഓർ ഇക്വറ്റോറിയൽ ചോദിക്കും. അതൊക്കെ ഡയറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയയാണ് ട്രയാങ്കിള്, അതുപോലെ സ്ക്വയർ, പിന്നെ ക്യൂബ്. ഇതിലേതെങ്കിലും ചോദിക്കും. അപ്പൊ അത് നോക്കി വെച്ചേക്കാം. ക്യൂബിന്റെ ഫ്ലക്സ് റിലേറ്റഡ്. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ മിക്കവാറും ചെയ്യിപ്പിക്കുള്ളൂ. ടൈം കിട്ടുമെങ്കിൽ ചെയ്യിപ്പിക്കാം. ഡൈപോൾ ഈ ഏരിയ മാത്രമേ ചോദിക്കുള്ളൂ. ഡൈപോൾ ടോർക്ക്, അതിൽ നിന്ന് ഇതൊരെണ്ണം നോക്കി വെച്ചേക്കണം കേട്ടോ ടൈപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് electric field E equal to, if electric field E equal to 6i plus 3j plus 4k. If electric field E is equal to 6i plus 3j plus 4k, calculate the electric flux. Calculate the electric flux. Calculate the electric flux to a surface of area. To a surface of area. To a surface of area 20 units. To a surface of area 20 units. 20 units. In YZ plane. In YZ plane. In YZ plane. Simple question ആണ്, വേഗം കണ്ടുപിടിക്കാം. ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫ്ലക്സിന്റെ ഇക്വേഷൻ നോക്കുക. ജസ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മാത്രം മതി. YZ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ എന്താ, ഇവിടെ ആകെ നോട്ട് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഏരിയ എത്രയെന്ന് തന്നിരിക്കുന്നത് 20 യൂണിറ്റ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചേക്കുന്നത്? ഫ്ലക്സിന് നമ്മൾ ആകെ എത്ര ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്? ഫ്ലക്സ് ഈക്വൽ ടു ഇ ഡോട്ട് എസ് അല്ലെങ്കിൽ ഇ ഡോട്ട് ഡി എസ്. പിന്നെ ഗോസ് തിയറത്തിൽ ഫ്ലക്സിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചു, ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. അത് നമുക്ക് ഇവിടെ വേണ്ട. ഇവിടെ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ കണക്ട് ചെയ്യാം. ഫ്ലക്സിന്റെ ഇക്വേഷൻ ഏതായിരിക്കും? ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എസ്. ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ തെറ്റിക്കണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എസ് എടുക്കുമ്പോൾ എക്സ് വൈ പ്ലെയിൻ, എക്സ് വൈ സെഡ് പ്ലെയിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈ സെഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? ഏത് ആക്സിസ് ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക? വൈയും ഇസെഡും ഇല്ലാത്ത ഒരു ആക്സിസ്. അത് ഏതായിരിക്കും? അപ്പൊ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ഏതാ വരിക? അപ്പൊ ഐ. എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ഐ. അതുപോലെ വൈ ആക്സിലെ യൂണിറ്റ് വെക്ടർ ജെ, ഇസെഡ് ആക്സിലെ യൂണിറ്റ് വെക്ടർ കെ. ഇത്ര അറിയാലോ. അപ്പൊ ഈ 20 യൂണിറ്റ്സ് എന്ന് പറയുന്നത് വൈ സെഡ് പ്ലെയിനിലാണ്. ദാറ്റ് മീൻസ് ഇത് എക്സ് ആക്സിസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടുത്തെ യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും? അപ്പൊ 20യുടെ യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും? ഐ. അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട് 6i plus 3j plus 4k cap dot 20i. അപ്പൊ എടുക്കുമ്പോ എന്താ കിട്ടുക ആൻസർ? ബാക്കിയെല്ലാം എന്തായി പോവും? നോക്കിക്കേ, ബാക്കിയെല്ലാം നോക്കിക്കേ. ഐ ഡോട്ട് ഐ മാത്രമല്ലേ വരുള്ളൂ. ബാക്കി ജെ ഡോട്ട് ഐ എടുത്തിട്ടുണ്ടെങ്കിൽ 0 ആവും. കെ ഡോട്ട് ഐ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി പോവും? 0 ആയി പോവും. അപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാന്ന് പറയുമ്പോ ഇത്രയും നോക്കിയാൽ മതി. എല്ലാത്തിനും എടുക്കണം. 6i dot 20 dot i 20i plus 3j dot 20. അതൊന്നും വരില്ല. ജെ ഡോട്ട് ഐ എടുക്കുമ്പോ 0, കെ ഡോട്ട് ഐ എടുക്കുമ്പോ 0. ആകെ എന്ത് മാത്രമേ വരുള്ളൂ? ഐ ഡോട്ട് ഐ ഈക്വൽ ടു 1 വരും, ജെ ഡോട്ട് ജെ ഈക്വൽ ടു 1 വരും. അപ്പൊ ആകെ നമുക്ക് ഏത് മാത്രം എടുത്താൽ മതി? നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യില്ലേ, അതുപോലെ ചെയ്യാം. പക്ഷെ ബാക്കിയുള്ളതെല്ലാം 0 ആയി പോകുമ്പോ എന്ത് വരും?
6i dot 20i, that's equal to 120. 120 യൂണിറ്റ്സ് വന്നു. യൂണിറ്റ്സ്. ഇനി ഒരെണ്ണം നിങ്ങൾ ചെയ്യട്ടാ. ഇത് കഴിഞ്ഞില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വേഗം എഴുതിക്ക്, നിങ്ങൾ ചെയ്യണേ. രണ്ട് ക്വസ്റ്റ്യൻ തരാം. ഒരെണ്ണം ഇതുപോലെ തന്നെ. ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു, സെയിം തന്നെ, ഞാൻ ജസ്റ്റ് നമ്പർ മാത്രമേ മാറ്റുന്നുള്ളൂ. ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു 8i plus 4j, 8i plus 4j plus 3k cap, 3k cap, calculate the electric flux through a surface, calculate the electric flux through a surface, calculate the electric flux through a surface of area 100 meter square, 100 meter square in the xy plane. ആലോചിച്ച് ചെയ്യണേ. in the xy plane, xy plane ആ തന്നേക്കണം. അപ്പൊ ഏതാണെന്ന് നോക്കിയിട്ട് ചെയ്യാട്ടാ. വേഗം ചെയ്തു. യൂണിറ്റ് എഴുതി പോണേ. യൂണിറ്റ് എന്താ വരിക? യൂണിറ്റ്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ യൂണിറ്റ്സ് എന്ന് തന്നെ എഴുതിയാൽ മതി. ഇപ്പൊ 20 യൂണിറ്റ്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂണിറ്റ്സ് എന്ന് തന്നെ എഴുതിയാൽ മതി. പക്ഷെ മീറ്റർ സ്ക്വയർ എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് യൂണിറ്റ് എഴുതുക. എന്താ യൂണിറ്റ് വരിക? കൂളം മീറ്റർ സ്ക്വയറാ. ഫ്ലക്സിന്റെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ. ചെയ്ത് നോക്കിക്കോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ. ഫ്ലക്സിന്റെ ഇത് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എസ് അല്ലേ വരിക. ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ. എഫ് ഇലക്ട്രിക് എഫ് ബൈ ക്യൂ ഡോട്ട് എസ് വരും. അപ്പൊ എന്ത് വരും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഓരോന്നും എടുത്തങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. പ്രശ്നമില്ല. ഇക്വേഷൻ അറിയാലോ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ അറിയാം. എഫ് ബൈ ക്യൂ. ഏരിയ എന്ന് പറഞ്ഞാൽ എസ്, അതിന്റെ മീറ്റർ സ്ക്വയർ, എഫിന്റെ ന്യൂട്ടൺ, കൂളോംബിന്റെ മീൻ ചാർജിന്റെ യൂണിറ്റ് കൂളോംബ്. അപ്പൊ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം. ഇതിന്റെ തന്നെ വേറൊരു ടൈപ്പ്, അതുകൂടെ എഴുതിക്കോ. അത് കഴിയുമ്പോ ഏകദേശം ആ ഒരു ഏരിയ ഓക്കെ ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗോസ് തിയറം നോക്കാം, ഫ്ലക്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പറ്റുമെങ്കിൽ അടുത്ത ചാപ്റ്റർ ജസ്റ്റ് തുടങ്ങാം. ഇത്രയും ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണോട്ടെ. ഏകദേശം ഏരിയ മനസ്സിലായാലും എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. The electric field in a certain region of space, the electric field in a certain region of space, the electric field in a certain region of space is 5i cap plus 4j cap minus 3k cap, sorry 4k cap, 4k cap into 10 raised to 5 Newton per coulomb, 10 raised to 5 Newton per coulomb. Calculate the electric field in a certain region of space is 5i cap plus 4j cap minus 4k cap into 10 raised to 5 Newton per coulomb. Calculate the electric flux due to this field. Calculate the electric flux due to this field over an area 2i cap minus j cap into
10⁻² meter square. 10⁻² meter square. സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഞാൻ യൂണിറ്റ്സ് തരുന്നതിന് പകരം ഞാൻ മാറ്റിയൊന്നും തന്നത്രേ ഉള്ളൂ. വേഗം കണ്ടുപിടിച്ചോ, സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്തോ -4 6 × 10⁻³ നോക്കട്ടെ എവിടെ നോക്കട്ടെ. 5i ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ 10⁻5 5 വരുന്നത് -5 അല്ല മോനെ, 5 5 × 10⁻² ചെയ്യുമ്പോൾ 10⁻³ ആയി. ഇത് 10⁻³ ആയില്ലേ. അത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്താ വരിക, 5i.2i 10i ആയി. പിന്നെ 4j.-2i അപ്പൊ 10 ആയി. 10 ഓക്കെ 10. പിന്നെ 4j അതെടുക്കുമ്പോൾ ആ ടേം 0 ആയി പോയില്ല. പിന്നെ ഏത് മാത്രമേ വരുള്ളൂ. ഇപ്പൊ ഇതായത് നമ്മളിപ്പോ ഓരോ ടേമിനും എടുക്കണമെങ്കിൽ ഈ 5i കൊണ്ട് 2i മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ബാക്കി എന്തിനെ എടുത്താലും 0 ആയി പോയിക്കോളൂ. അപ്പൊ നമുക്ക് ഇത് മാത്രം മതി. 5i.2i എന്ന് പറയുമ്പോഴത്തേക്കും 10 വന്ന് 10. പിന്നെ പ്ലസ് ഇനി അടുത്ത നോക്കിക്കേ, ഈ 4j കൊണ്ട് നമ്മൾ ഇവരെല്ലാരെയും മൾട്ടിപ്ലൈ ചെയ്താലും ഏത് ടേം മാത്രമേ സസ്റ്റെയിൻ ചെയ്യുള്ളൂ, ഇത് മാത്രമേ വരുള്ളൂ. 4j.-j മാത്രമേ വരുള്ളൂ. അപ്പൊ -4 വന്നു. അപ്പൊ ഇവിടെ എന്ത് വന്നു, ബാക്കി 4kയുടെ ടേം ഉണ്ടായി ഇവിടെ ഇല്ല അല്ലെ. അപ്പൊ കേക്ക് ഇപ്പുറത്തെ ടേം ഇല്ല. അപ്പൊ അതെന്തായി പോയി, 0 ആയി പോയി. അപ്പൊ 10 - 4 എന്തായി, 6 × 10⁻³ മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ? കിട്ടിയാടാ? എവിടെ പോയത് നോക്കട്ടെ. നോക്കി എഴുതണത് തെറ്റിക്കണം. ചെയ് -3 വന്നാ ഇത് 5 അല്ലേടാ, ഇത് -2 അവൻ ടോട്ടൽ ആക്കി എഴുതിയതാ. ഇപ്പൊ ഞാൻ നോക്കിയ പവർ തമ്മിൽ ആഡ് ചെയ്തതിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം 10⁻5 മറ്റേത് 10⁻-2. അപ്പൊ പവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 + -2 ചെയ്യുമ്പോൾ നമുക്ക് അതിന് 10⁻³ എന്ന് ആദ്യം തന്നെ മാറ്റി എഴുതാല്ല. -5 അല്ല 5 ആയിരുന്നു, നീ എഴുതിയത് തെറ്റായിരുന്നു. അത് തെറ്റിയത്. കിട്ടിയ എവിടെ, ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഇലക്ട്രിക് ആൻസർ കിട്ടി, എങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല. ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ സർട്ടൻ റീജിയൻ ഓഫ് സ്പേസ്. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. പിന്നെ ഏരിയയും തന്നിട്ടുണ്ട്. ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഏരിയ സാധാരണയായി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 120 തരുന്നതിന് പകരം നമ്മൾ വേറെ രീതിയിൽ തന്നേക്കുന്നേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ഇനി ഫ്ലക്സ് കണ്ടുപിടിച്ചപ്പോ നീ എന്താ ചെയ്യുന്നത് മനസ്സിലായി. ആദ്യം 5i കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും ചെയ്യും. പക്ഷെ ബാക്കി ടേംസ് ഒക്കെ 0 ആയിപ്പോ. ആദ്യം ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, 5i.2i മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ 5i.2i എടുക്കുമ്പോ എന്ത് വന്നു, 10 വന്നു. അപ്പൊ 10 പ്ലസ് i വേണ്ട പോയി. പിന്നെ അടുത്തത് ഈ 4j കൊണ്ട് 4j.2i എടുത്തു കഴിയുമ്പോൾ 0 ആവും. പിന്നെ 4j.-j എടുത്തു കഴിയുമ്പോ എന്തായി, 4 × j.-j എന്ന് പറയുമ്പോ എന്തായി, -1. അപ്പൊ 10 - 4 ആയി. പിന്നെ kയുടെ ടേം എടുത്തു കഴിയുമ്പോ എന്തായത്, 0 ആയി. അപ്പൊ +0. അപ്പൊ എന്ത് വന്നു, 10 - 4 വന്നു. അപ്പൊ 6. പിന്നെ ഈ പവേഴ്സ് തമ്മിൽ നമ്മൾ മാറ്റാനാണെങ്കിൽ 10⁻5 ഉണ്ട്, 10⁻-2 ഉണ്ട്. അപ്പൊ എന്തായി, 6 × 10⁻3. യൂണിറ്റ് എഴുത്. യൂണിറ്റ് ഒക്കെ മറന്നു പോരുത് കേട്ടോ. കറക്റ്റ് യൂണിറ്റ് എഴുതേ.
അക്സ കിട്ടിയ മനസ്സിലായല്ലോ. ഇനി പവർ മറ്റേ ഇപ്പൊ ബാക്കി പവർ എവിടെ? ഈ താഴേക്ക് ഇറക്കി എഴുത്. ലക്ഷ്മിക്ക് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഒരെണ്ണം കൂടി ചെയ്യാം.